ഇന്നലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നമ്മുടെ പ്രിയപ്പെട്ട നടി കാവേരിയുടെ ആദ്യ ഭർത്താവ് സൂര്യകിരണിൻ്റെ മരണം. സൂര്യകിരൺ എന്ന് പറയുന്നത് കാവേരിയുടെ ആദ്യ ഭർത്താവ് മാത്രമല്ല, മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ്. പണ്ടുകാലം മുതൽ ശരിക്കും പറഞ്ഞാൽ ചൈൽഡ് ആർട്ടിസ്റ്റായി ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച വ്യക്തിയാണ് സൂര്യകിരൺ. അദ്ദേഹം പതിറ്റാണ്ടുകളായി തന്നെ സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരിയുമൊക്കെ സിനിമയിൽ തന്നെയാണ്. ഇപ്പോൾ സഹോദരനെ ഒരു നോക്കവസാനമായി കാണാനും ചേട്ടന് പുഷ്പങ്ങൾ അർപ്പിക്കാനുമൊക്കെ എത്തിയിരിക്കുന്ന സുജിതയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന സുജിതയെ ആശ്വസിപ്പിക്കാൻ ചുറ്റുമുള്ളവരൊക്കെ തന്നെയും പെടാപ്പാടുപെടുന്ന ദൃശ്യങ്ങൾ കാണാനാകുന്നു. അനിയത്തിയെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. സൂര്യനെ അവസാനമായി നോക്ക് കാണാനെത്തിയപ്പോൾ വളരെയധികം വിഷമമായിരുന്നു എല്ലാവരുടെ മനസ്സിലും ഉള്ളത്. സുജിത ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. ചെറിയൊരു മഞ്ഞപ്പിത്തം വന്നു, അത് മൂർച്ഛിച്ചു എന്ന് അറിഞ്ഞപ്പോഴേക്കും അതിനുള്ള ചികിത്സ തുടങ്ങിയെന്ന് ചേട്ടൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അവസാനം ഹൃദയാഘാതമായിരുന്നു. മഞ്ഞപ്പിത്തം വന്ന് അത് ചികിത്സിച്ച് മാറിയില്ലെങ്കിൽ അത് ഹൃദയത്തിലേക്ക് പകർന്നു പിടിക്കും എന്ന് കേട്ടിട്ടുണ്ടാകും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം വളരെ ചെറുതാണെന്ന് നമ്മൾ കരുതും. പക്ഷേ അതിനെ സൂക്ഷിക്കണം. അതിന് നമ്മളെ കൊല്ലാൻ പോകുന്ന ശക്തിയുണ്ട്. അതിന് പ്രോപ്പറായിട്ടുള്ള മരുന്നെടുത്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവൻ പോലും എടുത്തു കളയും. അതുതന്നെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കാവേരിയുടെ ആദ്യ ഭർത്താവും സുജിതയുടെ സഹോദരനുമായ സൂര്യകിരണിൽ സംഭവിച്ചത്. അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമാണെന്നറിഞ്ഞ് അദ്ദേഹം ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന് ചികിത്സ നടത്തി. നാട്ടുവൈദ്യവും പച്ചില മരുന്നുമൊക്കെ ചികിത്സയിൽ നടത്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് ഏൽക്കാതെ പോയി. മഞ്ഞപ്പിത്തം കൂടുതൽ വ്യാപിച്ചു പിടിക്കുകയായിരുന്നു. ഇതോടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മഞ്ഞപ്പിത്തത്തെ മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് ആശുപത്രിയിലെത്തിയത്. അവസാനം എല്ലാം തകർന്നപ്പോഴായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിയത്. അപ്പോഴേക്കും എല്ലാം ഏറെ വൈകിയിരുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയിലേക്ക് അദ്ദേഹം കടന്നിരുന്നു. ചേട്ടൻ്റെ മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന സുജിതയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവർ തമ്മിലുള്ള സാഹോദര്യം എത്രമാത്രമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. നിലവിലെ സാഹചര്യത്തിലാണ് നിരവധി പേർ ഇപ്പോൾ സുജിതയുടെ ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നതും. സുജിത ഇപ്പോൾ എവിടെയായിരുന്നു എന്നൊക്കെ നിരവധി പേർ അന്വേഷിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ ഒരു സമയത്ത് സജീവ സാന്നിധ്യമായിരുന്നു സുജിത. അതുകൊണ്ട് തന്നെ സുജിത സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമായി നിൽക്കണമെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. സുജിത എവിടെയായിരുന്നുവെന്നും ഇപ്പോൾ കുടുംബത്തോടൊപ്പം എവിടെയാണ് താമസിക്കുന്നതെന്നും പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ട്. സുജിതയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കാറുമുണ്ട്. സുജിതയുടെ സഹോദരനാണ് സൂര്യകിരണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്ന് നിരവധി പേർ പറയുന്നു. ബാലതാരമായി തന്നെ തുടക്കം കുറിച്ച വ്യക്തിയാണ്. വളരെ ചെറുതിലെ തന്നെ അവർ തമ്മിൽ വല്ലാത്ത അടുപ്പമാണ്. 2 സഹോദരങ്ങളാണ് ഇവർക്കുള്ളത്. സഹോദരത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് സുജിത. സുജിതയുടെ ചേച്ചിയാണ് കൂടെയുള്ളത്. എന്തായാലും ജ്യേഷ്ഠൻ പോയി. ഇപ്പോൾ 2 സഹോദരിമാരും പരസ്പരം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മൃതദേഹത്തിനരികിൽ ഫോട്ടോ നോക്കി നിൽക്കുകയാണ്. ഫോട്ടോയുടെ മുന്നിലെത്തി പൂവുകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ മടങ്ങുകയാണ് സുജിത. ചടങ്ങുകളെല്ലാം കഴിഞ്ഞുവെന്നും എല്ലാവരും ഇപ്പോൾ ചടങ്ങുകൾ കഴിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയെന്നുമാണ് വാർത്തയിൽ പറയുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ തന്നെയും ഇത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഓർമ്മയിലാണ്. അയാളെക്കുറിച്ച് എന്നും ഓർക്കാൻ മാത്രമേ എല്ലാവർക്കും ആവുകയുള്ളൂ. മരണത്തിന് 16 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്നൊക്കെയുണ്ട്. അതൊന്നും പാലിക്കാൻ പോലും ഇപ്പോൾ ആർക്കും സമയമില്ല എന്നും ആ ഒരവസ്ഥയിലാണ് നമ്മൾ പോകുന്നതെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.